ബിബോർ ചുഴലിക്കാറ്റ് കരതൊട്ടു. പാകിസ്ഥാനിലെ കറാച്ചിക്കും ഗുജറാത്തിലെ മാണ്ഡ്വിക്കും ഇടയിലാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഗുജറാത്ത് തീരത്ത് 125 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശുന്നത്. തീരത്തുനിന്ന് 1 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തീരം അതീവ ജാഗ്രതയിലാണ്. सबीना, देखिए बहुत मुश्किल है, बहुत ज़्यादा मुश्किल है। आप लोग बता रहे थे कि महातबाही हो सकती है, मैं कहूँगी तबाही होनी शुरू हो चुकी है। ये तस्वीरें आप देख लीजिए, क्योंकि यहाँ पर हवाओं की रफ्तार काफ़ी ज़्यादा है और अपने आप को संभालना बेहद मुश्किल हो रहा है, बेहद चुनौती ज़्यादा है। विकास, आप तस्वीरें दिखाइए। മിഥുൻ എം ജി ചേരുന്നുണ്ട്. മിഥുൻ, കരതൊട്ടിരിക്കുന്നു ബിബോർ ജോയ്. അതീവ ജാഗ്രതയിലാണ് തീരപ്രദേശം. എവിടെയൊക്കെയാണ് ശക്തമായ കാറ്റടിക്കുന്നത്? ഇതുവരെ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ. ധന്യ, അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ബിബോർ ജോയ് ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് കരതൊട്ടിരിക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ കാറ്റ് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഗുജറാത്ത് തീരത്ത് ഇപ്പോൾ കനത്ത മഴയും കടൽക്ഷോഭവുമാണ് അനുഭവപ്പെടുന്നത്. ഈ കനത്ത മഴയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റും വീശുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ള സാധ്യതയാണ് കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 125 കിലോമീറ്റർ വേഗതയിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ സൗരാഷ്ട്ര കച്ച് തീരത്തിലേക്ക് ഈ ചുഴലിക്കാറ്റ് പ്രവേശിക്കുന്നത്. പ്രക്രിയ പൂർത്തിയാക്കാൻ ഇനി 4 മണിക്കൂർ കൂടി സമയമെടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരും ഒപ്പം തന്നെ വിദഗ്ധരുമൊക്കെ അറിയിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 150 കിലോമീറ്റർ വേഗത ഉണ്ടാകുമെന്നാണ് അറിയിപ്പുള്ളത്. പക്ഷേ നിലവിൽ 125 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഈ സൗരാഷ്ട്ര കച്ച് തീരത്തിലേക്ക് ഈ ചുഴലിക്കാറ്റ് പ്രവേശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തിരമാല 6 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടൽക്ഷോഭം അതിരൂക്ഷമാണ് ഈ മേഖലകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കച്ച്, പോർബന്ദർ, ഈ ദ്വാരക തുടങ്ങിയ മേഖലകളാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള വിന്യാസം അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ നടത്തിയിരുന്നു. 600ഓളം വരുന്ന പ്രത്യേക സംഘത്തെ തയ്യാറാക്കിയാണ് ഈ ഒരു ചുഴലിക്കാറ്റിനെ നേരിടാൻ വേണ്ടി സജ്ജമായിരിക്കുന്നത്. ഒപ്പം തന്നെ 7 വിമാനങ്ങളും 6 ഹെലികോപ്റ്ററും അടക്കം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൂടാതെ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഈ ഗുജറാത്ത് തീരത്തെ ഈ ജില്ലകളിൽ താമസിക്കുന്ന, അതായത് 8ഓളം വരുന്ന ജില്ലകളിൽ താമസിക്കുന്ന 1 ലക്ഷത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ഈ കച്ച് ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം 45,000-ഓളം ആളുകളെ മാറ്റിയിരുന്നു. വൈകിട്ടോടു കൂടിയാണ് ഏകദേശം 1 ലക്ഷത്തിലധികം ആൾക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്ത് ഈ ഗുജറാത്തിന്റെ തീരമേഖലയായിട്ടുള്ള 8 ജില്ലകളിലെ 120 ഗ്രാമങ്ങളിൽ നിന്നുള്ള ഈ പ്രദേശങ്ങളിൽ കൂടുതലും നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ 3 സൈനിക വിഭാഗങ്ങളും സർവ്വസജ്ജരായി ഈ മേഖലകളിലൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണവും മരുന്നുമായി മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഭരണകൂടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുജറാത്തിന്റെ തീരമേഖലയിൽ വ്യോമ, റെയിൽ, റോഡ് ഗതാഗതം അടക്കം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം നിർത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രാവിലെയോടുകൂടി ഈ ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറക്കാൻ ഇരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. എന്തായാലും ചുഴലിക്കാറ്റ് ഇപ്പോൾ തീരം തൊടും മുമ്പേ തന്നെ വലിയ രീതിയിലുള്ള കാറ്റും കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമായിരുന്നു അത്രയും ഭീകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന്. എന്തായാലും വലിയ ആശങ്കാജനകമായ സ്ഥിതിവിശേഷമാണ് നിലവിൽ നിലനിൽക്കുന്നത്. പ്രധാനമായും ഈ ജീവഹാനി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനായി 1 ലക്ഷത്തിലധികം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1 ലക്ഷത്തിലോളം അധികം ആളുകളെ ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീരദേശമായതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ നിരയുണ്ട്. കൂടാതെ തന്നെ ഇവിടെ പല ഈ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചേരി അടക്കം ഉള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നുമൊക്കെ നിരവധി ആളുകളെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു ദൗത്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ തന്നെ ഈ ഇവിടെ കർഫ്യൂ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഭരണകൂടം ഈ ഒരു ചുഴലിക്കാറ്റ് കടന്നുവരവുമായി ബന്ധപ്പെട്ട് തയ്യാറെടുത്തിരുന്നത്. എന്തായാലും ഈ നിലവിൽ നാശനഷ്ടങ്ങൾ പല മേഖലകളിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രമാണുള്ളത്. വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി മിഥുൻ. ബിബോർ ചുഴലിക്കാറ്റ് കരതൊട്ടു. ഗുജറാത്തിൽ ശക്തമായ കാറ്റും
മഴയുമാണ്. മണിക്കൂറിൽ 115 മുതൽ 125 കിലോമീറ്റർ വേഗതയിലാണ് ബിബോർജോയ് ചുഴലിക്കാറ്റ് ഇപ്പോൾ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിരവധി പേരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യവും. എറണാകുളം ജില്ലയിൽ കടുത്ത നടപടികളുമായി CPM. സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് PV ശ്രീനിജൻ MLA നീക്കും. മിനി കൂപ്പർ വിവാദത്തിൽപ്പെട്ട CITU നേതാവ് PK അനിൽകുമാറിന്റെ പാർട്ടി അംഗത്വവും റദ്ദാക്കി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയം സംഘടനാ വീഴ്ചയാണെന്നാണ് ജില്ലാ ഘടകത്തിന്റെ വിലയിരുത്തൽ. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, പ്രധാനപ്പെട്ട വിവാദങ്ങളിലെല്ലാം പാർട്ടി നടപടിയെടുക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? വിവരങ്ങൾ. ധന്യ, കടുത്ത നടപടികളിലേക്ക് തന്നെ എറണാകുളം ജില്ലയിൽ പാർട്ടി നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ രണ്ട് വിവാദങ്ങൾ പാർട്ടിയെ വളരെയധികം പ്രതിരോധത്തിലാഴ്ത്തിയെന്ന് ഒരു സംശയവുമില്ല. അതിൽ പ്രത്യേകിച്ച് മിനി കൂപ്പർ സ്വന്തമാക്കിയ CITU നേതാവിന്റെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിരവധിയായ വിമർശനങ്ങൾ പ്രധാന ഭാരവാഹി കൂടിയായിരുന്നു അദ്ദേഹം. അതിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് പാർട്ടി പോയി. ഒപ്പം തന്നെയാണ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷനും അതോടൊപ്പം തന്നെ കിഴക്കമ്പലം MLA-യുമായ P ശ്രീനിജൻ ഈ സമീപകാലത്ത് സ്പോർട്സ് കൌൺസിൽ വിവാദങ്ങളിലേക്ക് ചെന്നെടുക്കുകയായിരുന്നു വളരെ വേഗം. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസുമായി ബന്ധപ്പെട്ട ക്യാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് വന്നിരുന്നു. അതേ ഇത്തരം നടപടികളെല്ലാം തന്നെ ജില്ലയിലെ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ മങ്ങുന്നതായിട്ടാണ് വിലയിരുത്തപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു നടപടികളിലേക്ക് അടക്കം നീങ്ങാൻ പാർട്ടി നിർബന്ധിതമായിരിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് PV ശ്രീനിജൻ MLA-യെ മാറ്റും. അതോടൊപ്പം തന്നെയാണ് CITU-വിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നീക്കം ചെയ്യാൻ മിനി കൂപ്പർ വിവാദത്തിൽപ്പെട്ടിരുന്ന അനിൽകുമാറിന്റെ കാര്യത്തിലും തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ചേർന്ന യോഗത്തിൽ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു തീരുമാനമെടുത്തിരുന്നത്. അതനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. നേരത്തെ സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് രണ്ടംഗ സമിതി അന്വേഷിച്ച ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ശരിവെക്കുന്നുണ്ട്. പ്രധാന നേതാക്കൾക്കടക്കം വീഴ്ച പറ്റിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ ശരിവെക്കുന്നു. പക്ഷേ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുൻ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ ഉണ്ടായിരുന്ന മുൻ തെരഞ്ഞെടുപ്പിൽ വീഴ്ച സംഭവിച്ചപ്പോൾ നടപടികളുണ്ടായി. ആ രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയും നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. നന്ദി ഡാനി. തിരുവനന്തപുരം തമ്പാനൂരിൽ ഗർഭിണിയെ അപമാനിക്കാൻ ശ്രമിച്ചയാൾ പിടിയിൽ. പുതിയതുറ സ്വദേശി ടൈറ്റസിനെയാണ് തമ്പാനൂർ പോലീസ് പിടികൂടിയത്. റോഡിലൂടെ നടന്നു പോയപ്പോഴാണ് അപമാനിക്കാൻ ശ്രമം നടന്നത്. BV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് സംഭവിച്ചത്? പോലീസ് എന്ത് നടപടിയെടുത്തു? ധന്യ, 2 ദിവസം മുൻപായിരുന്നു ഈ സംഭവം. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഓവർബ്രിഡ്ജിൽ നടന്നു പോവുകയായിരുന്ന യുവതിക്ക് നേരെയാണ് ശാരീരികമായ ആക്രമണം ഉണ്ടായത്, ലൈംഗികമായ അതിക്രമം ഉണ്ടായത്. ഈ 5 മാസം ഗർഭിണിയായ യുവതിയാണ്. അവർ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും ഇവിടുത്തെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഈ റോഡിലൂടെ നടന്നു പോവുകയുമായിരുന്നു. ഈ സമയത്താണ് ടൈറ്റസ് ഇവരെ ആക്രമിച്ചത്. തുടർന്ന് യുവതി ആദ്യം പരാതി നൽകാൻ എത്തിയെങ്കിലും അവർ രേഖാമൂലം പരാതി നൽകാൻ ആദ്യം ഒരു വിമുഖത കാണിച്ചു. പിന്നീട് പോലീസ് പരാതി അവരിൽ നിന്ന് എഴുതി വാങ്ങി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അവിടെ അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മരങ്ങളും മറ്റുമൊക്കെയും ഉള്ള ഒരു സ്ഥലമാണ്. റെയിൽവേ കോമ്പൗണ്ടിലേക്ക് പോകുന്ന പടിക്കെട്ടുണ്ട്. ഈ പടിക്കെട്ടിലേക്കും ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇവിടെ ക്രിമിനലുകളും ഉണ്ട് എന്നുള്ള പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വാഹനമോഷണം നേരത്തേക്കും നടക്കുകയും ചെയ്തിരുന്നു. ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. തുടർന്ന് ടൈറ്റസിനെ തിരിച്ചറിയുകയും ഇന്നിപ്പോൾ പോലീസ് പിടികൂടുകയുമായിരുന്നു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. നന്ദി വിനോദ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി G സുധാകരൻ. CPM-ൽ പ്രവർത്തിക്കാൻ പ്രായപരിധിയില്ലെന്നും പദവിക്ക് പരിധിയുള്ളൂ എന്നും G സുധാകരൻ പറഞ്ഞു. പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് പ്രായപരിധിയുണ്ടെന്ന് ചിന്തിക്കുന്ന കുറച്ചുപേർ ആലപ്പുഴയിലുണ്ട്. മന്ത്രിയോ MLA-യോ ആയിട്ട് നിങ്ങൾ എന്തു ചെയ്തു എന്നതല്ല, അതിനു മുൻപ് നിങ്ങൾ എന്തു ചെയ്തു എന്നതാണ് പ്രധാനമെന്നും സുധാകരൻ.
CBC വാരിയർ അവാർഡ് ദാന ചടങ്ങിലായിരുന്നു G. സുധാകരന്റെ പരാമർശം. പ്രായപരിധി എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റിയിൽ നിന്ന് മാറാനേ ഉള്ളൂ. പാർട്ടി പ്രവർത്തിക്കുന്നതിന് എന്താ പ്രായപരിധി? അതിന് പ്രായപരിധിയൊന്നുമില്ല. അതിനും പ്രായപരിധിയോടൊന്ന് ചിന്തിക്കുന്നവൻ ആലപ്പുഴയെ കുറച്ച് പേരുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. സൂക്ഷിച്ചാൽ കൊള്ളാം. സൗകര്യമായിട്ട് ഇതെല്ലാം ഒരു സൗകര്യമായിട്ട് നോക്കിയിട്ടെ, അത് വെറുതെയാണ്. പാർട്ടി പ്രവർത്തിക്കുന്നതിനൊരു പ്രായപരിധിയില്ല, മരിക്കുന്നില്ല പല പ്രവർത്തിക്കാം. പക്ഷെ ചില പ്രത്യേക സ്ഥാനങ്ങൾ നമ്മൾ അലങ്കരിക്കാൻ ഒരു കുറച്ച് അങ്ങോട്ട് കടന്ന വയസ്സാണല്ലോ വെച്ചിരിക്കുന്നത്. എനിക്ക് ആ വയസ്സൊന്നും ആയില്ല, അതിനുമ്പ് ഞാൻ എഴുതി കൊടുത്ത് തന്നെ ഒഴിവാക്കി. എനിക്കന്ന് ആ വയസ്സൊന്നും ആയിട്ടില്ല, അത് വേറെ കാര്യം. നമ്മൾ ഏതെങ്കിലും ഒരു MLA യോ മന്ത്രിയോ വല്ലോ ആയ ഒരു അറിയപ്പെട്ടതോടുകൂടി ഉടനെ ആത്മഹത്യ എഴുതും. ഉടനെ ആത്മഹത്യ ആർക്ക് വേണ്ട? എന്നോട് 2 വർഷമായിട്ട് എന്നെ പുറകെ നടക്കാൻ പത്രക്കാർ ആത്മഹത്യ എഴുതും. കാരണം നമ്മൾ ഇഷ്ടം പോലെ വിറ്റ് കാശ് കിട്ടുമല്ലോ. ഇപ്പം എഴുതിയാൽ ഞാനൊരു ആത്മഹത്യ എഴുതിയില്ല. ആത്മഹത്യക്ക് അത് വിവാദങ്ങൾ എഴുതിയില്ലെങ്കിൽ ഇതാരും വാങ്ങിക്കില്ല, അതാണ് കാരണം. പക്ഷേ മന്ത്രിയോ MLA ആവുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എവിടെയായിരുന്നു? ആ പ്രവർത്തനത്തിനാണ് ഏറ്റവും വലിയ വില. അതിന്റെ പേരിലാണ് ഈ സ്ഥാനം കിട്ടിയത്. വാഹന പരിശോധനയ്ക്കിടെ CPM നേതാവിനോട് തർക്കിച്ച SIക്ക് സ്ഥലം മാറ്റം. കോന്നി SI സജുവിനെ CPM അരുവാക്കുളം ലോക്കൽ സെക്രട്ടറി ദിതു ബാലൻ വെല്ലുവിളിക്കുകയായിരുന്നു. തർക്കത്തിന് പിന്നാലെ SI സജുവിനെ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5460 രൂപ, പവന് 43,680 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോ 80,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.